ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ സത്രത്തിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. ഈ വഴിയിൽ നിന്ന് നമുക്ക് ഗവിക്കും തിരിഞ്ഞു പോകാം. അപ്പോൾ ഈ വഴിയോട് അങ്ങനെ ടൂ വീലറുകൾ അധികമായിട്ട് വരാറില്ല, കാരണം അല്പം റിസ്ക് എടുത്തുള്ള ഒരു വഴിയാണിത്. സത്രത്തിലേക്ക് പോകാൻ വേണ്ടി വേറെ നല്ല വഴിയുണ്ട്. അപ്പോൾ ഇത് ജീപ്പുകാർ ഇടയ്ക്കൂടെ ഒരു ഷോർട്ട് കട്ട് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്നൊരു വഴിയാണ്. അപ്പോൾ ആ വഴിയിലൂടെ ഞങ്ങളും വന്നത്. കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ വന്ന വഴിക്ക് ആനയുടെയും കരടിയുടെയും ഒക്കെ ഇതുണ്ടെന്ന് ജീപ്പുകാർ നമ്മളോട് പറഞ്ഞു, എങ്കിലും വന്നു പോയില്ല. അതുകൊണ്ട് പിന്നെ ആ വഴി കൂടെ ഞങ്ങൾ സത്രത്തിലേക്ക് എത്തി. അപ്പം സത്രത്തിലേക്ക് എത്തുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ കാഴ്ചയും കോടയില്ലെങ്കിൽ കാണാൻ വളരെ ഭംഗിയാണ്. ഇത് നമ്മൾ സത്രത്തിൻ്റെ ഏതാണ്ട് ഒരു താഴത്തെ ഒരു ഗ്രൗണ്ടിലെത്തി. ഇവിടെ നിന്ന് ഇനി തൊട്ട് മുകളിലായിട്ടൊരു ഗ്രൗണ്ടുണ്ട്. അവിടെയാണ് ജീപ്പുകൾ കൂടുതലും ചെന്ന് സ്റ്റേ ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥലം. ഇതിൻ്റെ ഇടതുവശമാണ് നമ്മുടെ ശബരിമലയ്ക്ക് നടന്ന അയ്യപ്പന്മാർ കടന്നു പോകുന്ന മലയാണ് ഈ കാണുന്നത്. സീസണിൽ മാത്രമേ അയ്യപ്പന്മാരെ കടത്തിവിടുള്ളൂ, അല്ലാത്തപ്പം ആരെയും അങ്ങോട്ട് ഫോറസ്റ്റുകാർ കടത്തിവിടാറില്ല. ഇവിടെ എല്ലാ തരത്തിലുള്ള വന്യജീവികളും ഉണ്ട്. അതിലേറ്റവും കൂടുതൽ കരടിയും ആനയുമാണ്. അതുകൊണ്ട് സീസണിൽ പോലും അവർ സമയം വെച്ചിട്ട് ആ സമയത്തിന് മുമ്പായിട്ടുള്ള അറ്റഭക്തരെ മാത്രമേ ഫോറസ്റ്റുകാർ കടത്തിവിടാറുള്ളൂ. നല്ല രസമുള്ളൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് സന്ദർശിച്ചു പോകേണ്ട സ്ഥലമാണ് സത്രം. സത്രത്തിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിയുള്ള നല്ല നല്ല വഴികളുണ്ട്. ജീപ്പുകാർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെങ്കിൽ നമ്മൾ 2, 3, 4 ബൈക്കുകാരുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പോകാം. അപ്പം ഞാൻ എൻ്റെ ഈ തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ ട്രാവൽ വ്ലോഗിൽ ഒരുപാട് ഉൾപ്പെടുത്താനായിട്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്ലോഗിനെ പറ്റിയുള്ളൊരു വിവരണവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ പുതിയ ട്രാവൽ വ്ലോഗിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. നല്ല നല്ല വീഡിയോസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.